ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വീക്ക് 2 ഡിസൈൻ റിവ്യൂ ആണ്. വീക്ക് 2 നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനർ റെസ്യൂമെയാണ്. അപ്പം അത് റിവ്യൂ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. കാര്യം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ വീഡിയോ ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഡിസൈൻ എന്തൂസിയാസ്റ്റുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം വീഡിയോസ് എല്ലാം കാണാം. അപ്പം നമുക്ക് വൈകിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ റെസ്യൂമേ ചെയ്യുന്ന സമയത്ത് മാക്സിമം അത് ഒരു പേജിൽ ഒതുക്കാനായിട്ട് നോക്കുക. നിങ്ങൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി അത് 2 പേജിലേക്ക് പോകാം. കാര്യം നിങ്ങൾക്ക് അത്രമാത്രം എക്സ്പെർട്ടൈസ് ഉണ്ട്, അത് മുഴുവൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേജിലേക്ക് പോകാം. അല്ലാത്ത പക്ഷം നിർബന്ധമായിട്ടും റെസ്യൂമേ എന്ന് പറയുന്നത് ഒരു പേജിൽ തന്നെ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, റെസ്യൂമേ ATS സാറ്റിസ്ഫൈഡ് ആവണോ, ATS ടെസ്റ്റ് പാസ് ആവണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു കമ്പനീസ് എന്ന് പറയുന്നതൊക്കെ ഒരുവിധം സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള കമ്പനീസാണ്. പക്ഷെ വലിയ കമ്പനീസിലേക്കൊക്കെ നിങ്ങൾ റെസ്യൂമേ അയക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അവിടെ ആദ്യം ആ റെസ്യൂമേ ഹാൻഡിൽ ചെയ്യുന്നത് HR ആയിരിക്കും. അപ്പം മിക്ക HR-മാരും അത് ATS ടെസ്റ്റിന് വിധേയമാക്കിയിട്ടായിരിക്കും ക്രിയേറ്റീവ് ഹെഡ്സിലേക്കൊക്കെ പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ATS ടെസ്റ്റ് പാസ് ആവേണ്ടി വരും. പക്ഷെ അല്ലാതെ ഒരു ബിഗിനർ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് നിൽക്കുന്ന കമ്പനീസിലേക്കൊക്കെ വരുന്ന സമയത്ത് അധികം നിങ്ങൾ ATS ടെസ്റ്റിനെ പറ്റി കൺസേൺഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. അവർ അത് മാനുവലി തന്നെയായിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ATS ടെസ്റ്റിലൊന്നും ഇട്ട് അവർ നോക്കില്ല. അങ്ങനെ ATS ടെസ്റ്റിൽ ഇടുന്ന സമയത്ത് നിങ്ങൾ റെസ്യൂമേയിൽ ഐക്കൺസ്, ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കോണ്ടാക്റ്റിനുള്ള ഐക്കൺസ്, അഡ്രസ്സിൻ്റെ ഐക്കൺ, ഈ വെബിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഐക്കൺസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പലപ്പോഴും ടെസ്റ്റ് പാസ്സാവാറില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. റെസ്യൂമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിരിക്കണം, വളരെ മിനിമലായിട്ട് ചെയ്യുക. അതിൽ ഷെയ്പ്സോ എന്താ പറയുക, കളേഴ്സ്, ഒരുപാട് കുത്തി വാരിയിട്ട കളേഴ്സോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് 3 കളേഴ്സ് ആയിരുന്നു. ഒന്നൊരു ഡാർക്ക് ബ്ലൂ, കൈൻഡ് ഓഫ് ഒരു ഗ്രേ പോലത്തെ കളറും, പിന്നെ ഒരു റെഡ് കളറും, പിന്നെ ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള കളറും ആണ് വന്നിട്ടുള്ളത്. ഈ കളറിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, റെഡ് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന ഡിസൈൻ എന്ന് പറയുന്നത് നല്ലതാവില്ല. കാര്യം അത് ഭയങ്കരമായിട്ട് കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ മെയിൻ കളർ ബോഡിക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഡാർക്ക് ബ്ലൂ കളർ കൊടുക്കുകയും ന്യൂട്രൽ ആയിട്ടുള്ള കളർ, അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളറായിരുന്നു ആ ഒരു ഓഫ് വൈറ്റ് ഗ്രേ എന്ന് പറയുന്ന ഒരു കളർ. പക്ഷെ അത് യൂസ് ചെയ്തുകൊണ്ട് പലരും അത് ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ ഒരു റെസ്യൂമേ എനിക്ക് വന്നത്, ആ റെസ്യൂമേ ഒരു പോർട്ട്ഫോളിയോ രീതിയിലാണ് വന്നത്. ഒരിക്കലും റെസ്യൂമേ പോർട്ട്ഫോളിയോ ആക്കരുത്. പോർട്ട്ഫോളിയോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റെസ്യൂമേ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പോർട്ട്ഫോളിയോ ഇല്ലാത്ത കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്യൂമേ കൊടുക്കുന്നത്. അതായത് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണുള്ളത്, നമ്മുടെ എന്തിനാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്, നമ്മുടെ സ്കിൽസ് എങ്ങനെയാണുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്യൂമേ കൊടുക്കുന്നത്. പോർട്ട്ഫോളിയോയിൽ നമ്മുടെ വർക്ക്സ് മാത്രമാണ് ഉണ്ടാവുക. അപ്പം ആ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അതൊരിക്കലും നിങ്ങളൊരു പോർട്ട്ഫോളിയോ രൂപത്തിൽ ചെയ്യരുത്. പിന്നെ ഒരു ഗ്രാഫിക് ഡിസൈൻ റെസ്യൂമേയുടെ കേസ് പറയുമ്പോൾ, ഒരിക്കലും ഗ്രാഫിക് ഡിസൈനർ ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഗ്രാഫിക് ഡിസൈൻ സ്കിൽസ് മൊത്തം റെസ്യൂമേയിൽ കാണിച്ച് വെക്കരുത്. അതൊരിക്കലും ആവശ്യമില്ല. ആളുകൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ, ഒരു മാക്സിമം പോയാൽ ഒരു 10 seconds ഒക്കെയാണ് റെസ്യൂമേ നോക്കാൻ വേണ്ടി എടുക്കുക. ലൈക്ക് അതിലേക്കൊന്ന് കണ്ടുപോകുക. അപ്പം തന്നെ അത് ഭയങ്കര വൃത്തികേടാണ്, ഒരുപാടുണ്ട്, ഇത് ഭയങ്കര കുത്തി നിറച്ചിരിക്കുകയാണെന്ന് അവർക്ക് തോന്നുകയാണ്, ക്ലീൻ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ അവരത് സ്കിപ്പ് ചെയ്ത് പോകും. കുറച്ചുകൂടെ നല്ല റെസ്യൂമേസിലേക്ക് അവർ പോകും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി വളരെ മിനിമലായിട്ട് വേണം റെസ്യൂമേ ചെയ്യാനായിട്ട്. ഇതാണ് ഞാൻ ചെയ്ത റെസ്യൂമേ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര അടിപൊളി റെസ്യൂമേ ആണെന്നൊന്നും ഞാൻ അവകാശപ്പെട്ടില്ല, ബട്ട് മച്ച് മോർ ക്ലീനർ ആണ്. ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി മിനിമൽ. ഇതിൽ ഞാൻ വേറെ സാധനങ്ങൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ റെസ്യൂമേ വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യം നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്. പേര് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് മതി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വർക്ക് എക്സ്പീരിയൻസിൽ ആദ്യം അത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് കൊടുക്കുക. ഇപ്പോൾ ചെയ്യുന്നത് അതിന് ശേഷമാണ് പാസ്റ്റിലെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ആദ്യം ഗ്രാഫിക് ഡിസൈനർ ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ തന്ന ഡീറ്റെയിൽസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല, ഒരു ഡീറ്റെയിൽസ് പോലും മാറ്റിയിട്ടില്ല. ഫോണ്ട് മോൺസെറാറ്റ് ബോൾഡാണ് ഞാൻ ടൈറ്റിൽസിന് വേണ്ടി തന്നത്, അത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബോഡിക്ക് തന്നിരിക്കുന്നത് റോബോട്ടോ റെഗുലർ ആണ് തന്നിരിക്കുന്നത്, അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും ഞാനിതിൽ മാറ്റിയിട്ടില്ല. എന്താണോ തന്നിരിക്കുന്നത് അത് വെച്ച് ഇത്രയും ക്ലീൻ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് വേഗം ചെയ്തതാണിത്. ഓക്കെ, അപ്പോൾ റിവേഴ്സ്
റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കുക. എഡ്യൂക്കേഷൻ നിങ്ങളുടെ SSLCയോ +2ഓ 10ാം ക്ലാസ്സോ എന്ന് പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഫൈനാൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാഫിക് ഡിസൈൻ സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി അതൊന്നുമില്ല, നിങ്ങൾ കംപ്ലീറ്റ്ലി എന്നെ പോലെ ഒരു സെൽഫ് ടോട്ട് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ നിങ്ങളുടെ ഡിഗ്രി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, എൻ്റെ പറയുകയാണെങ്കിൽ ഞാൻ BSc സുവോളജിയാണ്, ഡിഗ്രിയാണ്. അപ്പോൾ അത് മാത്രം കൊടുക്കുക. അല്ലാതെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും വലിച്ചു വാരി കൊടുക്കേണ്ട കാര്യമില്ല. അതൊന്നും അവർക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രം കൊടുക്കുക. അപ്പോൾ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ഇല്ലെങ്കിൽ ഏറ്റവും നിങ്ങളുടെ ലാസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റെസ്യൂമിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും റെസ്യൂമി ക്ലസ്റ്റേർഡ് ആവാതിരിക്കാൻ നോക്കുക. നമുക്ക് വന്നിട്ടുള്ള മിക്ക റെസ്യൂമേഴ്സും എല്ലാം വലിച്ചു വാരി കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നോക്കൂ, ഇതെല്ലാം വളരെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റും. പേര് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റും. വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, അവാർഡ്സ് എല്ലാം വൃത്തിയായി ടൈറ്റിൽ കൊടുത്ത് ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഇത് എല്ലാം സെക്ഷൻ വൈസ് തന്നെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ നോക്കണം. മാക്സിമം ക്ലസ്റ്റേർഡ് ആവാതിരിക്കാൻ നോക്കണം. ഞാൻ ഈ റെസ്യൂമ് ചെയ്യുന്ന സമയത്ത് ഇതിലെങ്ങനെയാണ് ഇനി ഈ സ്പേസ് ഒക്കെ ഫില്ല് ചെയ്യുക, നെഗറ്റീവ് സ്പേസ് ഫില്ല് ചെയ്യാന്നാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ വന്നിട്ടുള്ള റെസ്യൂമയിൽ എല്ലാം കുത്തി ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പേജിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണെന്ന്. പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു പേജ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ആവശ്യമില്ല. അത്രയും കുറച്ച് കോണ്ടന്റുകൾ മാത്രമേ ഇതിലുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പം എന്നിട്ട് എനിക്ക് ഇവിടെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇവിടെ എന്താ കൊടുക്കുക എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഞാനത് വിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വളരെ സെക്ഷനൈസ്ഡ് ആയിട്ട് എപ്പോഴും റെസ്യൂമേ ചെയ്യാനായിട്ട് നോക്കുക. ഇനി സ്കിൽസ്, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, പലരുടെയും റെസ്യൂമേയിൽ ഞാൻ കണ്ടത് ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഇൻഡിസൈൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് സ്കിൽസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പോ ഇല്ലസ്ട്രേറ്ററോ ഇൻഡിസൈനോ ഒന്നും സ്കിൽസ് അല്ല. ഇതൊക്കെ എന്താണ്, ടൂൾസ് ആണ്. സ്കിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഫോട്ടോഷോപ്പിൽ ഫോട്ടോ മാനിപ്പുലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ അതൊരു സ്കില്ലാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ അറിയാം, ക്രിയേറ്റീവ് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ അറിയുമെന്നുണ്ടെങ്കിൽ അതൊരു സ്കില്ലാണ്. വീഡിയോ എഡിറ്റിംഗ് അറിയാം എന്നുള്ളതൊരു സ്കില്ലാണ്. പക്ഷെ പ്രീമിയർ പ്രോ അറിയാം എന്നുള്ളതൊരു സ്കില്ലല്ല, അത് ഒരു ടൂളാണ്. അതുപോലെ ഇൻഡിസൈൻ അറിയാം എന്നുള്ളതൊരു സ്കില്ലല്ല. നിങ്ങൾക്ക് മാഗസിൻ ഡിസൈൻസ് ചെയ്യാൻ അറിയുമെന്നുണ്ടെങ്കിൽ അതാണ് ഒരു സ്കിൽ. ലോഗോ ഡിസൈൻ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ബ്രാൻഡ് ഐഡന്റിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് സ്കിൽ. അല്ലാതെ ഇല്ലസ്ട്രേറ്റർ അറിയും എന്നുള്ളതല്ല സ്കിൽ. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രൊഫിഷ്യൻ ഇൻ അഡോബി ക്രിയേറ്റീവ് സ്യൂട്ട്, അത് ഒരു പ്രൊഫിഷ്യൻസിയാണ്. അപ്പോൾ അതൊരു സ്കില്ലാണ് മൊത്തത്തിൽ. എന്നിട്ട് അത് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടൈപ്പോഗ്രഫി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്കിൽസ് എന്ന് പറയുന്നത്. അല്ലാതെ ഫോട്ടോഷോപ്പ് ഓരോ ടൂൾ അറിയുന്നതിന് ഒരിക്കലും സ്കിൽസ് എന്ന് പറയില്ല. പലരുടെയും റെസ്യൂമെയിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ പലപ്പോഴും ഹയറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് വന്നിട്ടുള്ള റെസ്യൂമെയിലൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്നും പ്രോപ്പർ ആയിരുന്നില്ല റെസ്യൂമേഴ്സ് ഒന്നും. അപ്പോൾ അതുകൊണ്ട് സ്കില്ലുകളിൽ നിങ്ങൾക്ക് എന്തിലാണോ കഴിവുള്ളത് അതാണ് പറയേണ്ടത്, അല്ല നിങ്ങൾക്ക് എന്ത് ടൂൾ അറിയാം എന്നുള്ളതല്ല. പിന്നെ കോണ്ടാക്റ്റ് ആണ്. കോണ്ടാക്റ്റിൽ ഞാൻ വളരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതിയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അഡ്രസ്സ്, ഫോണ്, ഇമെയിലൊക്കെ. ഇവിടെ ഒന്നും ഞാൻ എന്താ പറയുക, അഡ്രസ്സിന് ഒരു ലൊക്കേഷൻ്റെതോ അല്ലെങ്കിൽ ഫോണിൻ്റെ ഐക്കണോ ഒന്നും കൊടുത്തിട്ടില്ല. മാക്സിമം അതൊക്കെ ഒഴിവാക്കുക. ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ ചെയ്യുക. എപ്പോഴും നമുക്ക് ഒരു റെസ്യൂമൊക്കെ ചെയ്യുമ്പോൾ ഒരു വേർഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് ഞാനിത് ചെയ്തത് ഇല്ലസ്ട്രേറ്ററിലാണ്. പക്ഷേ ഒരു വേർഡിൽ തന്നെ നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ശരിക്കും ഒരു റെസ്യൂമെ എന്ന് പറയുന്നത്. അതിൽ മാക്സിമം കളേഴ്സ് ഒഴിവാക്കാം, ബ്രൈറ്റർ ആയിട്ടുള്ള. ഇതിപ്പോൾ എനിക്ക് ChatGPT തന്നൊരു കോണ്ടന്റ് അതുപോലെ നിങ്ങൾക്ക് തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയും ബ്രൈറ്റർ ആയിട്ടുള്ള കളേഴ്സ് വേണമെന്നൊന്നുമില്ല. ചിലപ്പം അവർ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അവരത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കാം. അപ്പോൾ ഒരുപാട് കളേഴ്സും ഷേപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ആവാതിരിക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പോഴും നിങ്ങളുടെ ഒരു ഫോട്ടോ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഫോട്ടോ കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം ആരാണ് വ്യക്തി എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ അവർക്ക് എളുപ്പമാവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫോട്ടോ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തത് ഇതുപോലെ ക്ലിക്കബിൾ ആയിട്ടുള്ള ലിങ്ക്സ്, ഹൈപ്പർ ലിങ്കുകൾ കൊടുക്കുക. ചിലർ പറയും ATSലേക്ക് വരുന്ന സമയത്ത് ഹൈപ്പർ ലിങ്ക്സ് ഒന്നും വർക്കാവില്ല എന്നൊക്കെ പറയും. പക്ഷേ ഹൈപ്പർ ലിങ്ക് ഉള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് ക്ലിക്കബിൾ ലിങ്ക്സ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഒരു ഇമെയിലിൻ്റെ അതുപോലെ പോർട്ട്ഫോളിയോൻ്റെ ലിങ്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്ലിക്കബിൾ ആയിട്ടുള്ള ലിങ്ക്സ് തന്നെ കൊടുക്കുക. അപ്പോൾ അവർക്ക് അത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിൽ കൂടെ പോയപ്പോൾ എനിക്ക് ഇത് കണ്ടോ, ഇതിൽ PDF ലിങ്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ലിങ്ക്, അതുപോലെ ഇമെയിൽ ID,
മൊബൈൽ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിക്കബിൾ ആക്കാൻ നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, എപ്പോഴും റെസ്യൂമെ സബ്മിറ്റ് ചെയ്യുന്നത് PDF ഫോമാറ്റിലായിരിക്കണം. എനിക്ക് പലരും സബ്മിറ്റ് ചെയ്തത് PNG ഫോമാറ്റിലാണ്. ഇമേജ് ആയിട്ടല്ല ഒരിക്കലും ഒരു റെസ്യൂമെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ ഈ പറയുന്ന ക്ലിക്കബിൾ ആയിട്ടുള്ള ഹൈപ്പർ ലിങ്ക്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് എപ്പോഴും PDF ഫോമാറ്റിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. അത് തന്നെയാണ് അവർക്കും അത് ആക്സസ് ചെയ്യാൻ എളുപ്പം. ഈ പറയുന്ന ATSലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത് അതിനും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ പറയുന്ന PDF ചെയ്യാനാണ്. അപ്പോൾ എപ്പോഴും റെസ്യൂമെ സബ്മിറ്റ് ചെയ്യേണ്ടത് PDF ഫോമാറ്റിലാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ PNG JPEG ഫോമാറ്റിലൊന്നും അല്ല ഈ പറയുന്ന പോലെ എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്, റെസ്യൂമെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ റെസ്യൂമെ ചെയ്യാനായിട്ട്. എൻ്റെ റെസ്യൂമെ അത്യാവശ്യം നീറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര അടിപൊളി റെസ്യൂമെ ആണ് എന്നൊന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല, പക്ഷേ ഇറ്റ്സ് നീറ്റ്. പക്ഷേ ഇത് ATS ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൽ സ്കോർസ് വളരെ കുറവായിരിക്കും കാണിക്കുക. കാരണം ഇതിലുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് അല്ല, ഇതിൽ ബുള്ളറ്റ് പോയിന്റ്സ് ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ കമ്പനീസിലേക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ATS സാറ്റിസ്ഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ട് അധികമൊന്നും യൂസ് ചെയ്യാതെ തന്നെ ചെയ്യണമെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ഇട്ടൊരു നോട്ട് പോലെ തന്നെ ചെയ്യേണ്ടി വരും. അതാണ് കുറച്ചുകൂടെ ATSൽ കുറച്ചുകൂടെ എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ടുള്ള സ്കോർസ് കാണിക്കുക. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാത്ത പക്ഷം സാധാരണ കുഴപ്പമില്ലാത്തൊരു ബിഗിനർ കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് കമ്പനീസിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലൊക്കെ റെസ്യൂമെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത് അവർ നോക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് റെസ്യൂമെ, ഗ്രാഫിക് ഡിസൈനർ റെസ്യൂമെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പല റെഫറൻസുകളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഫറൻസ് എടുത്തു വെച്ച് നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ആ ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. റെസ്യൂമെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഒഴിവാക്കുക. ഇനി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് 2 റെസ്യൂമെയാണ്. ആ 2 റെസ്യൂമെ ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് നിരഞ്ജനാണ്, നിരഞ്ജൻ J. നിരഞ്ജന്റെ റെസ്യൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ബെറ്റർ ക്ലീൻ ആണെന്ന് പറയാം. പക്ഷേ എനിക്ക് ഫസ്റ്റ് വന്നതും അതുപോലെ തന്നെ സെക്കൻഡ് വന്നതുമായിട്ടുള്ള റെസ്യൂമേസ് രണ്ടും അയച്ചിരിക്കുന്നത് PNG ഫോമാറ്റിലാണ്. അത് ഒരു പ്രശ്നമാണ്. പിന്നെ ഞാനത് കൺസിഡർ ചെയ്യുന്നില്ല, ബിക്കോസ് ക്ലീൻ ആണ്, അതുകൊണ്ട് ഞാനത് എടുത്തു എന്നേ ഉള്ളൂ. ബട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. PDF ആയിട്ട് അയക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ഐക്കൺസ് ഒക്കെ ഇതൊന്ന് ഒഴിവാക്കാമായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ള കളർ പാലറ്റ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോണ്ടും ഒക്കെ അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല, അതൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഈ പറയുന്ന ഇങ്ങനെയുള്ള ഷേപ്സ് ഒക്കെ ഇതൊന്ന് ഒഴിവാക്കാമായിരുന്നു. ഇത് കുറച്ചുകൂടി ഈ ഭാഗം കുറച്ചുകൂടെ സിമ്പിൾ ആക്കിയാൽ നന്നാകുമായിരുന്നു. പിന്നെ നമ്മൾ ഈ തരുന്ന ഇയേഴ്സൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തിടാം. ഇത് നമ്മൾ തരുന്നത് നിങ്ങളത് കറക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു റിയൽ ആയിട്ടുള്ളൊരു ഇതുപോലെ ഫീൽ ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ മാറ്റി കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിരഞ്ജൻ J ആണ് നമ്മൾ സെക്കൻഡ് പൊസിഷനിലേക്ക് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പൊസിഷൻ നന്ദനയ്ക്കാണ്. നന്ദനയും ഇതേപോലെ എനിക്ക് PNG ഫോമാറ്റിലാണ് അയച്ചു തന്നത്. പക്ഷെ ആ ഒരു ഫാക്ടർ മാത്രം മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു റെസ്യൂമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലസ്റ്റർനെസ് ഒന്നുമില്ല, നമുക്ക് എല്ലാ സെക്ഷൻസും ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ ആണ്. വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ, സ്കിൽസ്, ഒബ്ജക്റ്റീവ്സ്. അതുപോലെ വർക്ക് എക്സ്പീരിയൻസിൽ ഗ്രാഫിക് ഡിസൈനറും എന്താ പറയുക ജൂനിയർ ഗ്രാഫിക് ഡിസൈനറും എന്നുള്ള രീതിയിൽ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് നന്ദനയുടെ റെസ്യൂമെ ഞാൻ കാണുന്നത് ഞാൻ റെസ്യൂമൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു റെസ്യൂമെ ഉണ്ട് എന്നുള്ള കാര്യമേ എനിക്ക് ഓർമ്മ വന്നത്. ലിങ്ക് ആക്സസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നതാണിത്. അതുകൊണ്ടാണ് എനിക്ക് മറന്നുപോയത്. ഞാൻ പറഞ്ഞ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം വർക്ക് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, പിന്നെയാണ് എഡ്യൂക്കേഷൻ, പിന്നെ അവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ. അപ്പം അതുപോലെ ഇവിടെ സ്കിൽസും ഈസിലി റെക്കഗ്നൈസബിൾ ആണ്, ഡിസ്റ്റിങ്വിഷബിൾ ആണ്, പിന്നെ ഒബ്ജക്റ്റീവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ക്ലീൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്പേസ് ഒക്കെ ആവശ്യത്തിനുണ്ട്, നെഗറ്റീവ് സ്പേസ് ഒക്കെ ആവശ്യത്തിനുണ്ട്. അത്രയും ഒരു പേജിൽ ചെയ്യാൻ മാത്രമുള്ള കോണ്ടന്റ് ഇതിൽ തന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് കറക്റ്റായിട്ട് ഫോണ്ട് സൈസൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. അപ്പം അത് ഭയങ്കര ക്ലിയർ ആയിട്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റെസ്യൂമേൽ. അതുകൊണ്ട് നന്ദനയാണ് നമ്മൾ ഫസ്റ്റ് പൊസിഷനിലേക്ക് എടുത്തിരിക്കുന്നത്. സോ ഗൈസ്, നമ്മൾ എങ്ങനെയാണ് ഒരു റെസ്യൂമെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടൊക്കെ റെസ്യൂമെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡിസൈനർ ഫ്രണ്ട്സിനും അല്ലാത്തവർക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ റെസ്യൂമെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാം.
നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരും ദിസ് ഇസ് ബൈ ഫ്രം മീ ബിജ്വൽ ബിന്ദു അബു.